എല്ലാം അസ്തമിച്ചുവെന്ന് മനുഷ്യൻ കരുതുന്ന, ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന ഇടത്തു നിന്നും ദൈവം നൽകുന്ന പുതിയ തുടക്കമാണ് പ്രത്യാശ. 38 വർഷക്കാലം തളർവാദ രോഗി സൗഖ്യത്തിന് വേണ്ടി ബെത്സേദ കുളങ്കരയിൽ കാത്തിരുന്നു. അവന്റെ സർവ പ്രതീക്ഷകളും അസ്തമിച്ചു. യേശു ആ അവസരത്തിൽ അവന് സൗഖ്യം നൽകുന്നതിലൂടെ അവന്റെ ജീവിതത്തിന് പുതിയ തുടക്കം ഉണ്ടാവുകയാണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീ തന്റെ സർവസമ്പത്തും തന്റെ രോഗം ഭേദമാക്കുവാൻ ചിലവിടുകയാണ്. ലോകത്തുള്ള സർവ വൈദ്യന്മാരും അവളെ ഉപേക്ഷിക്കുകയാണ്. അവളുടെ സർവ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. എന്നാൽ ഈശോയുടെ വസ്ത്രത്തിന്റെ വെളുമ്പ് സ്പർശിച്ച മാത്രയിൽ അവൾ സൗഖ്യം പ്രാപിക്കുകയാണ്. അവളുടെ ജീവിതത്തിന് പുതിയ തുടക്കം കിട്ടുകയാണ്. 100-ാം വയസ്സിൽ സന്താന സൗഭാഗ്യമെന്നുള്ള ചിന്ത പോലും അബ്രഹാമിനില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലിലൂടെ അവന് സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിലൂടെ അബ്രഹാത്തിന്റെ ജീവിതത്തിൽ പുതിയ തുടക്കത്തിന് ദൈവം വഴിവെക്കുകയാണ്. യഹൂദ പ്രമാണികളെല്ലാം ക്രൂശിതനായ യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തപ്പോൾ അവർ ചിന്തിച്ചു എല്ലാം അവസാനിച്ചു. എന്നാൽ കല്ലറ വിട്ട് യേശു 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുന്നതിലൂടെ പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രത്യാശ ജീവിതത്തിൽ എല്ലാം അവസാനിക്കുമ്പോൾ ദൈവം നൽകുന്ന പുതിയ തുടക്കമാണ്.